എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അവിഹിത ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നവർ, ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇന്ന് പല വിവാഹ ബന്ധങ്ങളിലും കാണപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ. ഇതിനായി ഇന്ന് പലർക്കും പല കാരണങ്ങളാണ് ഉണ്ടാകുക. ചിലർക്ക് സ്ട്രെസ്, ടെൻഷൻ എന്നിവയെ അകറ്റാനായിരിക്കാം ഇത്തരത്തിലുള്ള റിലേഷൻ. മറ്റു ചിലർക്ക് പങ്കാളിയിൽ നിന്ന് ലഭിക്കാത്തത് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയായിരിക്കും ഇത്തരം റിലേഷൻ കാത്തു സൂക്ഷിക്കുന്നത്. എന്നാൽ മറ്റു ചിലർക്കാകട്ടെ സെക്സ് തന്നെയാകും ഇവിടെയും കഥ. അതെ, സെക്സിൽ താൻ ആഗ്രഹിക്കുന്ന പോലെ തൻ്റെ പങ്കാളി പെരുമാറാത്തതും നല്ലൊരു സെക്ഷൽ റിലേഷൻ കീപ്പ് ചെയ്യാത്തവരും ഇത്തരത്തിലുള്ള രഹസ്യമായി പങ്കാളികളെ തേടുന്നു. എന്നാൽ ഇത്തരക്കാർ താൽക്കാലികം മാത്രമായാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നത്. എന്നാൽ മറ്റു ചിലർക്ക് പങ്കാളിയെ ബോറടിച്ച് മറ്റൊന്നിനെ തേടി പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതെ, സ്ത്രീകളേക്കാൾ കൂടുതൽ പുരുഷന്മാർ അന്യ വിവാഹേതര ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് സർവേയിൽ നിന്ന് വെളിപ്പെടുത്തുന്നത്. ഇതിൽ മിക്കതും അഥവാ 75% പേരും പറയുന്നത് തൻ്റെ പങ്കാളിയിൽ നിന്ന് ലഭിക്കാത്ത സെക്സ് ആഗ്രഹങ്ങളും മറ്റും പൂർത്തീകരിക്കുന്നത് ഇത്തരത്തിലുള്ള പങ്കാളിയിലൂടെയാണ് എന്നതാണ്. ഇതിനായി ചിലപ്പോൾ അവർ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽപ്പക്കത്തുള്ളവരെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സുഹൃത്തുക്കളെയും ഒക്കെയാണ് ഇതിനായി ഇവർ വിനിയോഗിക്കുക. ഈ ബന്ധം താൽക്കാലികമായി മാത്രം തുടരുകയും ചെയ്യും. എന്നാൽ ഇത്തരത്തിലുള്ളവര് ജീവിതകാലം മുഴുവനായി പങ്കാളിയായി ഇരിക്കുവാൻ ഇത്തരക്കാർ ആഗ്രഹിക്കുന്നുമില്ല. അതാണ് മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്. സ്ട്രെസ്സും ടെൻഷനും പറഞ്ഞ് 25% പേർ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നു. തൻ്റെ പങ്കാളിയിൽ നിന്ന് ലഭിക്കാത്ത സമാധാന അന്തരീക്ഷവും അതുപോലെ സുഖങ്ങളും ഇത്തരത്തിലുള്ളവരിൽ നിന്ന് തേടുന്നു. എന്നാൽ ഇത്തരക്കാർ മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള മറ്റുള്ളവരെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗമോ മറ്റോ കാരണങ്ങളോ ഉണ്ടെന്ന് അറിയാതിരിക്കുന്നതോ, ചാടിക്കയറി നിങ്ങൾ മറ്റൊരു റിലേഷൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ ബന്ധത്തെ തന്നെയാണ് കാര്യമായി ബാധിക്കുക. അതെ, മറ്റു പല രോഗങ്ങളും ഇതിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചും മറ്റും ചെയ്യാത്ത ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വിനയാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇതിൽ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അതുവരെ ഇപ്പോൾ ബൈ.